ഹലോ മച്ചന്മാരെ, സുഖല്ലേ? യാത്രകളൊക്കെ എങ്ങനെ പോകുന്നു? നമ്മൾ ഗോവയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ നല്ല ചൂടാ. അപ്പോൾ ഒരു ബീറ കാച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ ഫോർട്ട് അഗ്വാഡ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. മെയിനായിട്ടൊരു കോട്ട അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ പോയി ആ കോട്ടയുടെ എൻട്രൻസിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ ദേ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നു. അങ്ങനെ വലിയ കാര്യമായിട്ട് ആൾക്കാരൊന്നും ഇല്ല. എന്നാലും ഇന്ത്യൻസാണ് അവിടെ കൂടുതലുള്ളത്. അങ്ങനെ എന്താ പറയാ, ഈ ഒരു കാര്യങ്ങളൊക്കെ ഇനി വിശദീകരിക്കാൻ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര സാറിന്റെ പോലെ സാധനത്തല കാച്ചേരാണ് സംഭവം റെഡിയാവുള്ളൂ. അപ്പോൾ പറയാനുള്ളതെങ്കിൽ ഗോവയിലെ സെങ്കുറിയം ബീച്ചിന്റെ സമീപം അറബിക്കടലിന് അഭിമുഖമായി നിൽക്കുന്ന 17-ാം നൂറ്റാണ്ടിത്തെ ഒരു പ്രശസ്തമായ കോട്ടയാണിത്. അതുപോലെ തന്നെ പോർച്ചുഗീസ് വാസ്തുവിദ്യയുടെ മികച്ച ഉദാഹരണം ആയിട്ട് കൂടി നമുക്ക് ഈ ഒരു കോട്ടനെ കാണാം. പിന്നെ 1612 ഡച്ചുകാരുടെയും മറാത്തകളുടെയും ആക്രമണത്തിൽ നിന്ന് ഗോവയെ സംരക്ഷിക്കാൻ വേണ്ടി പോർച്ചുഗീസുകാർ ഈ കോട്ടയെ പണിയെടുപ്പിച്ചത്. അതുപോലെ തന്നെ കോട്ടയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പഴയൊരു ലൈറ്റ് ഹൗസും ഏഷ്യയിലെ തന്നെ ഇത്തരത്തിലുള്ള ഏറ്റവും പഴയ ഒന്നായി കരുതപ്പെടുന്നു. ഇത് സഞ്ചാരികളുടെ ഒരു പ്രധാന ആകർഷണമാണ്. ആ ആകർഷണം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ പോകെ ആ വീഡിയോ കാണും. അഗ്വാഡ എന്ന പേര് വന്നത് അഗ്വ, അതായത് വെള്ളം എന്ന വാക്കിൽ നിന്നാണ്. കപ്പലുകൾക്ക് ശുദ്ധജലം എത്തിക്കുന്നതിനായി വലിയൊരു ശുദ്ധജല സംഭരണി ഈ കോട്ടയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ എനിക്ക് കാണാൻ സാധിച്ചില്ല. ഇനിയിപ്പോൾ ഞാൻ കാണാണ്ട് വിട്ടുപോയതാണോന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ ചെങ്കല്ല് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ മതിലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. കടലിൽ നിന്നുള്ള ആക്രമണങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ഈ കോട്ടയ്ക്ക് കഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെ അറബിക്കടലിൻ്റെയും മാൻഡോവ് നദിയുടെയും സംഗമസ്ഥാനം ഇവിടെ നിന്നും വളരെ വ്യക്തമായി കാണാം. സൂര്യാസ്തമയം കാണാനും ഏറ്റവും അനുയോജ്യമായ സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ഒരു കോട്ട. കോട്ടയുടെ താഴത്തെ ഭാഗം കടലിനോട് ചേർന്ന് കിടക്കുന്നതിനാൽ തിരമാലകൾ മതിലുകളിൽ വന്ന് അടിക്കുന്നത് മനോഹരമായൊരു കാഴ്ചയാണ്. ഫോട്ടോഗ്രാഫി എടുക്കുന്നവർക്കും ചരിത്ര പ്രാധാന്യമുള്ളവർക്കും, അതായത് ചരിത്ര പ്രേമികൾക്കും ഒരേപോലെ പ്രിയപ്പെട്ടതാണ് ഈ ഒരു അഗ്വാഡ ഫോർട്ട്. ഇതിനൊപ്പം ചാപ്പോറ ഫോർട്ട്, അതുപോലെ തന്നെ റെയ്സ് മെഗോസ് ഫോർട്ട് എന്നിവയും ഈ ഗോവയിലെ പ്രധാന കാഴ്ചകളാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന സാധനങ്ങളും ഇതൊരു ജയിലായിരുന്നു. അപ്പം ഈ ജയിലിലുള്ള പ്രതികളെ അല്ലെങ്കിൽ തടവ് പുള്ളികളെ ഇവിടെ കൊണ്ടുവന്ന് എന്താ പറയുക, എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നു, എന്തൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു കേട്ടു. ഞാൻ മറന്നുപോയി. നിങ്ങൾക്കിവിടെ വരുമ്പോൾ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതൊക്കെ വായിച്ച് പഠിക്കാൻ കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു മനസ്സിലാവും. ഇതാണ് വായിച്ചിട്ട് അവർ. പിന്നെ ഈ കാണുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും ജയിലിൻ്റെ ഒരു ഭാഗമാണ്. ഇനി ഇവിടെയാണോ വെള്ള സംഭരണി എന്നുള്ളത് എനിക്കൊരു സംശയമുണ്ട്, അറിയില്ല. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അടുത്ത ഒരു സ്പോട്ട് ഈ ഒരു കോട്ടയുടെ വേറൊരു ഭാഗം. അവിടെ ചെന്നപ്പോൾ കാണാൻ സാധിച്ചത് പണ്ടത്തെ, അതായത് ഈ ഗോവയിലെ പണ്ട് പണികഴിപ്പിച്ച ഒരുപാട് പള്ളികളുടെയൊക്കെ ഫോട്ടോസൊക്കെയാണ്. അതൊക്കെ ഇങ്ങനെ കുറേ ഭിത്തിയിൽ ഫോട്ടോസൊക്കെ അവരെടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു. ഇതാണ് എൻട്രൻസ്. ഈ എൻട്രൻസിലൂടെ തന്നെയാണ് പുറത്തേക്ക് പോകുന്നത്. അങ്ങനെ ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി വണ്ടിയൊക്കെ എടുത്ത് പോയപ്പോഴാണ് അവിടെ വിസിറ്റ് അഗ്വാഡ ജയിൽ മ്യൂസിയം എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി എടുത്ത് നേരെ അങ്ങോട്ട് പോയി. അതാണ് അടിപൊളി ബീച്ച് വ്യൂകളുള്ളൊരു സ്ഥലമായിരുന്നു. പക്ഷേ അവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ജയിലിൻ്റെ ഉള്ളിലേക്ക് കിടക്കാനും അവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ കാണാനൊക്കെ പറ്റും. പക്ഷേ 200 300 കിടക്കണ്ടേ, ക്യാമറയ്ക്ക് വേറെ കാശ്. അപ്പം അത് കണ്ടോടുകൂടി എനിക്ക് വയറ് പറഞ്ഞു. ഞാൻ പിന്നെ അവിടെ ഒന്നും ചെയ്യാൻ നിന്നില്ലേ, നേരെ വണ്ടി എടുത്ത് ഇങ്ങോട്ട് വന്നു.